ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് LDC എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹുറ ഹി വൺ ദ മാച്ച്, ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. ഓപ്ഷൻ സി ഇൻ്റർജെങ്ഷൻ. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഏത് പാർട്ട് ഓഫ് ദ സ്പീച്ചിൽ വരുമെന്നാണ് ചോദ്യം. അത് ഇൻ്റർജെങ്ഷൻ, അതായത് വ്യാക്ഷേപകം. ഇൻ്റർജെങ്ഷൻ യൂസ് ചെയ്യുന്നത് വികാരങ്ങളെ പ്രകടിപ്പിക്കാനായിട്ടാണ്. വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന വാക്കുകളാണ് ഇൻ്റർജെങ്ഷൻ. അപ്പോൾ ഇൻ്റർജെങ്ഷൻ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പവഴി അതിൻ്റെ കൂടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. അതായത് ഇവിടെ ഇപ്പം ഹുറ എന്നെഴുതിയിട്ട് കണ്ടോ, ഒരു വരയും താഴത്തൊരു കുത്തും, അതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഈ വേർഡ്സിൻ്റെ കൂടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇൻ്റർജെങ്ഷന് വേറെ എക്സാമ്പിളാണ് അലാസ്, വാവ്, യേ. ഇതൊക്കെ ഒരു വികാരത്തെ പ്രകടിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തിരിച്ചറിയാം. പ്രോനൗൺ എന്ന് വെച്ചാൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ. ഹി, ഷീ, ഇറ്റ്, ഇതൊക്കെ പ്രോനൗൺസ് ആണ്. രണ്ട് സെൻറ്റൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. കൺജങ്ഷന് എക്സാമ്പിൾസ് ആണ് ആൻഡ്, ബട്ട്, സോയ്, ബിക്കോസ്. ഇതെല്ലാം കൺജങ്ഷൻസ് ആണ്. പ്രിപ്പോസിഷൻ എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിലെ രണ്ട് സബ്ജക്റ്റ് തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാനായിട്ട്, അതായത് അകലം, അടുപ്പം, പൊസിഷൻ, ഇതൊക്കെ കാണിക്കാനാണ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓണ്, ഓഫ്, ഇന്ന്, അറ്റ്, ഇതൊക്കെ പ്രിപ്പോസിഷൻസാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ബുക്ക് ടേബിളിന് പുറത്താണെന്ന്. അപ്പോൾ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. അപ്പോൾ ആ ബുക്കും ടേബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് ഓൺ യൂസ് ചെയ്യുന്നത്. അതാണ് പ്രിപ്പോസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സിംഗുലർ ഫോം ഓഫ് ദി വേർഡ് ജീൻസ് ഈസ്. ഓപ്ഷൻ ബി ജീൻസ്. ജീൻസിൻ്റെ സിംഗുലറും പ്ലൂറലും എല്ലാം ജീൻസ് തന്നെയാണ്. ഇതുപോലെ ഒരു വേർഡാണ് ഷീപ്പ്. ഷീപ്പിൻ്റെ സിംഗുലറും പ്ലൂറലും എല്ലാം ഷീപ്പ് തന്നെയാണ്. അപ്പോൾ സിംഗുലറും പ്ലൂറലും സെയിം ആയിട്ടുള്ള വേർഡാണ് ജീൻസ്, ഷീപ്പൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ്. യൂസ് ദി കമ്പാരറ്റീവ് ഡിഗ്രി ഓഫ് ദി കമ്പാരിസൺ ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. ഓപ്ഷൻ സി ബെറ്റർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗുഡിൻ്റെ കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. ഗുഡിൻ്റെ കമ്പാരറ്റീവ് ഡിഗ്രി ബെറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെസ്റ്റ് വാസ് ഡാഷ്. യൂസ് ദി അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. പുട്ട് ഓഫ്. അതായത് ടെസ്റ്റ് മാറ്റിവെക്കുക, പോസ്റ്റ്പോൺ ചെയ്യുക എന്നൊക്കെയാണ് പുട്ട് ഓഫിൻ്റെ മീനിങ്. മാറ്റിവെച്ചു, നീട്ടിവെച്ചു, ഇതൊക്കെ പുട്ട് ഓഫിൻ്റെ മീനിങ്ങുകളാണ്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് മാറ്റിവെച്ചു എന്നുള്ള അർത്ഥത്തിൽ പുട്ട് ഓഫ് വരും. പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ സഹിക്കുക, ക്ഷമിക്കുക, ടോളറേറ്റ് എന്നാണ് പുട്ടപ്പ് വിത്തിൻ്റെ അർത്ഥം. പുട്ടോൺ എന്ന് വെച്ചാൽ വിയർ, ധരിക്കുക, വസ്ത്രം ധരിക്കുക, അതാണ് പുട്ടോണിൻ്റെ മീനിങ്. പുട്ട് ഡൗൺ എന്ന് വെച്ചാൽ അടിച്ചമർത്തുക, സപ്രസ്, അതാണ് പുട്ട് ഡൗണിൻ്റെ മീനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫയൽസ് ഫെൽ ഡാഷ് ദ ഷെൽഫ്. യൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ. ഓപ്ഷൻ സി ഓഫ് വരും. ഫെൽ ഓഫ് എന്ന് വെച്ചാൽ താഴെ വീണു, അതായത് ഷെൽഫിലിരിക്കുന്ന ഫയൽസ് താഴെ വീണു എന്നാണ് ഫെൽ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെൽ ഓഫിന് വേറെ അർത്ഥങ്ങളുണ്ട്. കുറയുക, ഡിക്രീസ്, പിന്നെ ഉപേക്ഷിക്കുക, ഇതൊക്കെ ഫെൽ ഓഫിൻ്റെ മീനിങ്ങാണ്. അപ്പോൾ ഉപേക്ഷിക്കുക, കുറയുക, താഴെ വീഴുക, ഇതൊക്കെ ഫെൽ ഓഫിൻ്റെ അർത്ഥമാണ്. ഇവിടെ താഴെ വീണു എന്നുള്ള അർത്ഥത്തിലാണ് ഫെൽ ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് റെയർലി. അപൂർവമായി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ റെയർലി, അപൂർവമായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റണിം ഓഫ് ദി വേർഡ് റെഗുലർ ഈസ് ഇറഗുലർ. ആൻറ്റണിം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്, റെഗുലറിൻ്റെ ഓപ്പോസിറ്റ് ഇറഗുലർ. അടുത്ത ക്വസ്റ്റ്യൻ, വി ഡു അവർ വർക്ക്. ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഓപ്ഷൻ എ ഡോൺ വി. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോർമാറ്റ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് ആയിരിക്കും. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവിലായിരിക്കും. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള വെർബിൻ്റെ ടെൻസ് അനുസരിച്ചായിരിക്കും ഓക്സിലറി വെർബ് വരുന്നത്. അതായത് ഡു, ഡസ്, ഡിഡ് ഒക്കെ വരും. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം.
വി ഡു അവർ വർക്ക്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ നോട്ടൊന്നുമില്ല, അല്ലെങ്കിൽ നോട്ടിനെ കാണിക്കുന്ന വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിലായിരിക്കും, നോട്ട് ചേർത്ത് വരും. ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ഡയറക്റ്റായിട്ട് നോട്ട് എന്ന് എഴുതുമല്ല, എന്നിട്ടിട്ട് അപ്പോസ്ട്രഫി ഇട്ടിട്ട് ടി കൊടുക്കുക, അങ്ങനെയാണ് നോട്ട് എഴുതുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടുത്തെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വരും. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് ഉണ്ട്, ഡു ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണല്ലോ, ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഡോൺ വി എന്ന് വരും. ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഷൻ ഓഫ് ETC ഈസ്. ഓപ്ഷൻ എ എക്സെട്ര. ഇതിൻ്റെ സ്പെല്ലിങ് നോക്കി വെക്കുക കേട്ടോ. എക്സെട്ര എന്ന് പറയുന്നത് ETCETERA ഇങ്ങനെയാണ് പറയുന്നത്, എക്സെട്ര. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദർ ഈസ് എ ലോങ് ഡാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ. ചൂസ് ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ എ ക്യൂ. അതായത് തിയേറ്ററിന് മുമ്പിൽ ഒരു വലിയ വരി ഉണ്ടായിരുന്നെന്ന്. QUE ആണ് വരി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, QUE. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്